അദ്ദേഹത്തിന് അവിടെ വോട്ടുണ്ട്, അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ട്. 2 എപ്പിക് നമ്പറിലാണ് ID കാർഡ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് 2 എപ്പിക് കാർഡിൽ ID കാർഡ് വരുന്നത്? എനിക്ക് വേണമെങ്കിൽ ഇവിടേക്ക് വരാം, പക്ഷേ എൻ്റെ എപ്പിക് കാർഡ് നമ്പർ മാറാൻ പാടില്ലാത്തതാണ്. അത് അന്വേഷിക്കേണ്ടതും അത് കൃത്യമായി അത് ഉറപ്പുവരുത്തേണ്ടതും ഇലക്ഷൻ കമ്മീഷനാണ്. BJP നേതാക്കന്മാർ ഇലക്ഷൻ നിയമപ്രകാരം നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ നടത്തുന്നതിന് പൂർണ്ണമായിട്ടും അതിൻ്റെ സ്വതന്ത്രമായ രീതിയിൽ നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ 2024 ഏർപ്പെടുത്തിയിരിക്കുന്ന നിബന്ധനകൾ നിലവിലുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിക്ക് വിരുദ്ധമായിട്ടാണ് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനുള്ള നിബന്ധനകൾ ഒരു സർക്കുലറായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. ആ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പത്രമാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ്. നിങ്ങൾ ഹാജരാക്കേണ്ട രേഖകളിൽ നിങ്ങൾ ഏത് അഡ്രസ്സിലാണ് നിങ്ങൾ താമസിക്കുന്നത് ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു പോസ്റ്റൽ കാർഡ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വോട്ട് ചേർക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓർഡിനറി റെസിഡൻസ് എന്ന് പറയുന്ന പിന്നെ ഒരു ആൾ സാധാരണ താമസക്കാരനാണെന്നതിനെ കണ്ടുപിടിക്കുന്നതിനെ സംബന്ധിച്ച് 2 സുപ്രധാനമായ കോടതി വിധികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. ആ കോടതി വിധി പ്രകാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഡസ് നോട്ട് മീൻ എ ഫ്ലൈയിങ് വിസിറ്റ് ഓർ കാഷ്വൽ വിസിറ്റ് ടു ദി കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് താൽക്കാലികമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറന്ന് കിടക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതല്ല വോട്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്ന വോട്ടുകൾ ഫ്രോഡായി ചേർക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്. അതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതി വിധിയെയും ഹൈക്കോടതി വിധിയെയും അതിൻ്റെ ഒറിജിനൽ നിയമത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഏത് വിധേനയും അവിടെ വോട്ട് ചേർക്കാവുന്ന സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് നിന്നും വന്ന് അവിടെ സ്ഥാനാർത്ഥിയാവുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് വേറെ മണ്ഡലത്തിൽ നിന്നും തൃശ്ശൂർ മണ്ഡലത്തിൽ വന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് ജയിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ കൂടെ 10,000-കണക്കിന് വോട്ടർമാരെ മറ്റു മണ്ഡലങ്ങളിലും കൂടി ഫ്രോഡായി കൊണ്ടുവരിക എന്ന് പറയുന്ന ഫ്രോഡുലൻ്റായ പ്രവർത്തനമാണ് BJP സ്ഥാനാർത്ഥിയും BJPയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിക്ടറിയെ മാനിപ്പുലേറ്റഡ് വിക്ടറി എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു മണ്ഡലത്തിൻ്റെ അതിർത്തി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ അതിർത്തിക്കകത്തുള്ള വോട്ടർമാർക്കാണ് ആ മണ്ഡലത്തിനെ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളത് ആ മണ്ഡലത്തിലെ വോട്ടർമാർക്കാണ്. ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം, എനിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. പക്ഷേ ഞാൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ വാലിഡ് ആവണമെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആരെങ്കിലും ഒരാൾ പ്രപ്പോസ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് നോമിനേഷൻ പേപ്പർ പോലും വാലിഡ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ജയിക്കണമെങ്കിൽ പോലും അദ്ദേഹം ജയിക്കണമെങ്കിലും അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലെ ശരിയായ വോട്ടർമാർ വോട്ട് ചെയ്ത് വിജയിച്ചാലാണ് അത് വിക്ടറി എന്ന് പറയാൻ കഴിയുക. അതിന് പകരം 10,000-കണക്കിന് വോട്ടുകൾ BJPയുടെ കേഡർമാരുടെ വോട്ടുകൾ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും ഇവിടേക്ക് വ്യാപകമായി ഓർഗനൈസ്ഡായി RSSൻ്റെയും BJPയുടെയും സംഘടനാ സംവിധാനങ്ങളും ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പരിപൂർണമായ ഒത്താശയോടും കൂടി ഇലക്ഷൻ നിയമത്തിൻ്റെ റൂളുകളെയെല്ലാം കാറ്റിൽ പറത്തി ഈ നിയമങ്ങളെയെല്ലാം നോക്കൂത്തിയാക്കിക്കൊണ്ടാണ് വളരെ വ്യാപകമായി ഇപ്പോൾ 10,000-കണക്കിന് വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇനിയും വരാൻ പോവാണ് അടുത്ത ദിവസങ്ങളിൽ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, BJPയുടെ ഒരു നേതാവ് അദ്ദേഹത്തിന് അവിടെ വോട്ടുണ്ട്, അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ട്. 2 എപ്പിക് നമ്പറിലാണ് ID കാർഡ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് 2 എപ്പിക് കാർഡിൽ ID കാർഡ് വരുന്നത്? എനിക്ക് വേണമെങ്കിൽ ഇവിടേക്ക് വരാം, പക്ഷേ എൻ്റെ എപ്പിക് കാർഡ് നമ്പർ മാറാൻ പാടില്ലാത്തതാണ്. അത് അന്വേഷിക്കേണ്ടതും അത് കൃത്യമായി അത് ഉറപ്പുവരുത്തേണ്ടതും ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് വോട്ട് പരിശോധിക്കുന്നത്? ഇപ്പോൾ ബീഹാറിൽ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുകയാണല്ലോ. അവിടെ നിങ്ങൾക്ക് വോട്ട് ചേർക്കണമെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്നത് ആധാർ കാർഡ് പോരാന്നാണ്. അത് അംഗീകരിച്ചിരിക്കുകയാണ്. ആധാർ കാർഡ് പോരാ, നിങ്ങളുടെ വോട്ടർ ID പോരാ, നിങ്ങളുടെ റേഷൻ കാർഡ് പോരാ, പിന്നെന്ത് വേണം? നിങ്ങളവിടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കിയാലാണ് നിങ്ങളുടെ വോട്ട് അവിടെ ചേർക്കാൻ കഴിയുള്ളൂ. 65 ലക്ഷം വോട്ടർമാരെ അതിൻ്റെ പേരിൽ പുറത്താക്കി ബീഹാറിൽ. പക്ഷെ കേരളത്തിലാണെങ്കിലോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ച മണ്ഡലത്തിൽ മറ്റ് മണ്ഡലങ്ങളിൽ താമസിക്കുകയും മറ്റ് ജില്ലകളിൽ താമസിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ BJP നേതാക്കന്മാരുടെ വീടുകളിൽ BJPക്ക് സ്വാധീനമുള്ള നിരവധി ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ വ്യാജ അഡ്രസ്സുകളിൽ
ആയിരക്കണക്കിന് ആളുകളെ അവർ പണം കൊടുത്ത് കൊണ്ടുവന്ന് വോട്ടർമാരാക്കി പോളിംഗ് ദിവസം അവരെ കൊണ്ടെല്ലാം വോട്ട് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫ്രോഡായിട്ടുള്ള കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രോഡ് വിറ്റിയേറ്റഡ് പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് ഇല്ലാതായി പോകുന്നുള്ളതാണ്. അപ്പോൾ പ്രൊസീഡിങ്സിനെ സംബന്ധിച്ച് ബാക്കി എല്ലാ പ്രൊസീഡിങ്സും അവസാനിക്കുന്നു ഒരു ഫ്രോഡ് നടന്നുവെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്ന അടിസ്ഥാന നിയമതത്വ അനുസരിച്ച് തന്നെ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് അത് ന്യായമായും സത്യസന്ധമായും പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് അല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.